ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട്, ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ആയിരിക്കും, അതാണ് നമ്മൾ ഈ റീഡിങ്ങിൽ നോക്കാൻ പോണത്. ആൻഡ് എൻഡ് വരെ ഈ വീഡിയോനെ കാണുക. എന്ന് വെച്ചാൽ എൻഡിലാണ് ഞാൻ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം ഫ്യൂച്ചർ എൻഡിലാണ് ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ പ്ലീസ് ഈ വീഡിയോനെ എൻഡ് വരെ കാണുക. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഈ സമയത്ത് എന്താ? 10 of Cups, 10 of Pentacles, Death, and 9 of Cups. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? Page of Cups, Devil, Page of Wands ആൻഡ് Magician. നിങ്ങളുടെ മ്യൂച്വൽ എനർജി ഈ സമയത്ത് എന്താണ്? മ്യൂച്വൽ എനർജി ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ലോങ് ടേം സ്റ്റേബിൾ എനർജിയാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഒരു ഗ്രൗണ്ടഡ് എനർജിയാണ്. അപ്പോൾ ഇവിടെ ആരും ഒരു ഓഫർ ചെയ്യാനാണ് പോണത്. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ട് ആയിരിക്കും കാണുന്നുണ്ടാവുക. ആൻഡ് ഓറൽസ് ഈ പേഴ്സൺ നിങ്ങളെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ എന്തോ ഒരു ഓഫർ വരാൻ പോകുന്നുണ്ട്. ഈ ഓഫർ ഇതുവരെ വന്നിട്ടില്ല വെച്ചാൽ വരും. ഈ ഇമ്മീഡിയറ്റ് എനർജിയിൽ ഞാൻ ഇത് കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം ഇല്ല വെച്ചാൽ നെക്സ്റ്റ് മന്ത് വരെ, ജാൻ വരെ എന്തെങ്കിലും ഒരു ഓഫർ ഉണ്ടാവും. അതല്ല വെച്ചാൽ ഇതൊരു ഓഫർ അല്ല വെച്ചാൽ മേ ബി നിങ്ങൾ ഈ പേഴ്സണെ പുതിയതായി മീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചാൽ മേ ബി നിങ്ങളുടെ മനസ്സിലുള്ള ഒരു പെർഫെക്റ്റ് ലോങ് ടേം പാർട്ട്ണർ ഈ പേഴ്സൺ ആണെന്ന് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മ്യൂച്വൽ എനർജിയാണ്. അപ്പോൾ രണ്ടാളുടെയും ഫീലിംഗ് മ്യൂച്വൽ ആണ്. ഇവിടെ ഞാൻ നിങ്ങളുടെ സൈഡിൽ കാർഡ്സ് കാണുമ്പോൾ കുറേ പോസിറ്റീവ് ആണ്. 10 of Cups, ഇതൊരു വെരി ഹാപ്പി ഫുൾഫില്ലിംഗ് റിലേഷൻഷിപ്പാണ് ഞാനിവിടെ കാണുന്നത്. 10 of Cups അഗൈൻ, നിങ്ങൾക്ക് ഈ പേഴ്സണിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫ്യൂച്ചറാണ് കാണുന്നത്. നിങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും ഡ്രീം ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സണിൻ്റെ കൂടെ ഒരു ഫാമിലി വേണം, അങ്ങനത്തെ പ്ലാനിങ് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, ഓറൽസ് ചെയ്യുന്നുണ്ടാവും. ഈ പേഴ്സണിൻ്റെ എനർജി പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഈ പേഴ്സൺ ആ എനർജി 10 of Cups മാതിരി എനർജിയിൽ ഇതുവരെ വന്നിട്ടില്ല. അവർക്ക് ഇതൊരു പുതിയ ഫീലിംഗ് ആണ്, ഒരു ക്രഷ് മാതിരിയാണ് അവർ ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ സൈഡിന് ഫീലിങ്സ് ഉണ്ട്, പക്ഷേ അത്ര ഒരു ഇൻറ്റൻസിറ്റി ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളുടെ സൈഡിൽ 10 of Pentaclesഉം ഉണ്ട്. അപ്പോൾ അഗൈൻ ഇതൊരു ലോങ് ടേം സ്റ്റേബിൾ ഫാമിലി അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ പ്ലാൻ ചെയ്യണം ഈ പേഴ്സൻ്റെ കൂടെ. ഈ പേഴ്സൻ്റെ എനർജിയിൽ ഡെവിലാണ്. ഈ പേഴ്സൺ ഒരു കാപ്രിക്കോൺ ആവാം. അതല്ല വെച്ചാൽ എന്തോ ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്തോ ടോക്സിക് എലിമെൻറ്റ്സ് ഉണ്ട്, ബിഹേവിയർ വൈസ് ഓർ എൽസ് ഹാബിറ്റ് വൈസ്. ബിഹേവിയർ കണ്ട ഈ പേഴ്സൺ ചിലപ്പോൾ ഒരു നോൺ കമ്മിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. ആൻഡ് അത് കുറച്ചൊരു ടോക്സിക് ഒരു സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ മേ ബി അവർക്ക് അവരുടെ ഓപ്ഷൻസ് ഓപ്പൺ ആയിട്ടാണ് വെക്കേണ്ടത്. എന്ന് വെച്ചാൽ നിങ്ങളുടെ കൂടെ വേറെ ആൾക്കാരെയും അവർ ഒരുമിച്ച് ഡേറ്റ് ചെയ്യും, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഈ പേഴ്സണ് എന്തെങ്കിലും ആൽക്കഹോൾ, ഡ്രഗ്സ് അങ്ങനത്തെ അഡിക്ഷൻസ് ഉണ്ടാവും, മാന്യൂപ്പുലേറ്റ് ചെയ്യുന്നുണ്ടാവും കാര്യങ്ങൾ, അതും ഒരു ടോക്സിസിറ്റിയാണ്. കോഡിപ്പെൻഡൻറ്റ് എനർജി. അപ്പോൾ അങ്ങനെ കുറേ ടോക്സിക് കാര്യങ്ങൾ ഉണ്ടാവും ഈ പേഴ്സൻ്റെ ഉള്ളിൽ. ഇത് ഒബ്സെഷനും ആയിരിക്കാം, അതും ഒരു ടോക്സിസിറ്റിയാണ്. എന്തായാലും നമ്മൾ ക്ലാരിഫൈ ചെയ്ത് നോക്കും ഇതെന്താണെന്ന്. നിങ്ങളുടെ എനർജിയിലാണ് ഡെത്ത്, റീബർത്ത്. അപ്പോൾ എന്തോ ഇവിടെ ഒരു എൻഡിങ് ആണ് ഞാൻ കാണുന്നത്. പക്ഷേ എൻഡിങ് എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിന് എൻഡിങ് ആവണം എന്നില്ല. പക്ഷെ മേ ബി നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ച് ആയിരിക്കാം. ഇല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മേജർ ടേണിംഗ് പോയിന്റ് ആണ് ഞാനിവിടെ കാണുന്നത്. പക്ഷെ ഇതൊരു റിലേഷൻഷിപ്പ് റീഡിങ് ആയതുകൊണ്ട് ഈ റിലേഷൻഷിപ്പിനെ നിങ്ങളെങ്ങനെയാണ് മുമ്പേ കാണുന്നുണ്ടായെന്ന് വെച്ചാൽ അതിലൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഉണ്ട്. ആൻഡ് അത് ഇവിടെ സ്കോർപ്പിയോ എനർജി, ഡെത്ത് ഞാൻ കാണുന്നുണ്ട്. അതിന് ഒരു പുതിയ ബിഗിനിങ്ങും ഉണ്ട്. അപ്പോൾ അതും നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം.
പേജ് ഓഫ് ഓൺസ്, ഈ പേഴ്സൻ്റെ എനർജി കുറേ ഒരു ചെറിയ കുട്ടിയുടെ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ മേ ബി നിങ്ങളെക്കാട്ടിലും ഏജിൽ വലുതായിരിക്കാം, പക്ഷെ അവരുടെ ബിഹേവിയർ ഒരു ചെറിയ കുട്ടിയെ മാതിരിയാണ്. അപ്പോൾ അതൊരു കുറച്ചൊരു മെച്ചോറിറ്റിയാണ് ഞാൻ കാണുന്നത്. എനിവേ ഇവിടെ പേജ് ഓഫ് ഫോൺസും പേജ് ഓഫ് കപ്സ് 2 പേജസ് ഉണ്ട്. അപ്പോൾ ഈതർ നിങ്ങളുടെ ഡിറക്ഷനിൽ 2 ആൾക്കാരായിരിക്കാം, മേ ബി നിങ്ങൾ ഡീൽ ചെയ്യണത് 2 ആൾക്കാരുടെ കൂടെ ആയിരിക്കാം. അല്ലാച്ചാൽ ഇവർ നിങ്ങളെ കാണുന്നത് ഇങ്ങനെ പേജ് ഓഫ് വോൺസിൻ്റെ മാതിരിയാണ്. ആൻഡ് അവർക്ക് നിങ്ങളുടെ കൂടെ അത്ര ലെവലിൻ്റെ എനർജി വേണ്ടു, അത്ര ലെവലിൻ്റെ റിലേഷൻഷിപ്പേ വേണ്ടു. അപ്പോൾ അവരുടെ സൈഡിൽ നിന്ന് എനിക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ ഇതൊരു ഡീപ്പ് അത്ര റിലേഷൻഷിപ്പ് അല്ല, കുറച്ചുകൂടിയും കാഷ്വൽ ഫ്ലേർട്ടിങ് അതുവരെ ഇവർ എത്തിയിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ സൈഡിൽ കാണുമ്പോൾ നിങ്ങൾ കുറേ സീരിയസ് ആണ് ഈ പേഴ്സണെ കുറിച്ച്. അപ്പോൾ 9 ഓഫ് കപ്സ് അഗൈൻ, നിങ്ങൾ കുറേ ഒരു ഹാപ്പി റിലേഷൻഷിപ്പ്, നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ മേ ബി മീറ്റ് ചെയ്തിട്ടുണ്ടാവും, കുറേ മീറ്റ് ചെയ്തിട്ടുണ്ടാവും, അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഈ പേഴ്സൻ്റെ ലെവൽ ഓഫ് കമ്മിറ്റ്മെൻറ്റിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. ഈ പേഴ്സൻ്റെ എനർജിയിലാണ് മജീഷ്യൻ. അപ്പോൾ മജീഷ്യൻ യൂഷ്വലി ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡാണ്, യൂഷ്വലി പോസിറ്റീവ് കാർഡാണ്. പക്ഷേ ഈ മറ്റേ കാർഡ്സ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ പറയണതൊന്നും ചെയ്യണത് വേറെ, അങ്ങനത്തെ ഒരു ഡുവൽ പേഴ്സണാലിറ്റിയിൽ ഡുവൽ ബിഹേവിയറുടെ എനർജി ആയിരിക്കാം. ആൻഡ് അതുകൊണ്ടും ആയിരിക്കാം നിങ്ങൾ എത്ര കൺഫ്യൂസ്ഡ് ആവണത്. എന്നുവെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും അപ്രോച്ച് ഈ റിലേഷൻഷിപ്പിൽ കുറേ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിവേ നമ്മൾക്ക് ക്ലാരിഫൈ ചെയ്യാം. ഇവിടെ ജെമിനൈ എനർജിയും കാണാണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ മേ ബി നിങ്ങൾ ഈ പേഴ്സണിന് ഒരു ലോങ് ടേം ഓഫർ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലാച്ച നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവും ഈ പേഴ്സണിന് ഒരു ലോങ് ടേം പാർട്ട്ണർ ആവാൻ വഴിയുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഫീലിംഗ് എന്താ വെച്ചാൽ ഈ പേഴ്സൺ അതുവരെ എത്തിയിട്ടില്ല. കിങ് ഓഫ് കപ്സ്, സ്കോർപ്പിയോ എനർജി ആൻഡ് ഹൈറോഫാന്റ്. അപ്പോൾ അഗൈൻ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ ഒരു ഫോർ എവർ പാർട്ട്ണറായിട്ടാണ് കാണുന്നുണ്ടാവുക. പക്ഷേ ഈ പേഴ്സൺ അഗൈൻ ഇവർ കിങ് ഓഫ് കപ്സ് കുറേ ഒരു മെച്ചോർഡ് പേഴ്സൺ ആണ്, പക്ഷേ അവർ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല. ഓറൽസ് ഇത് വേറെ എന്താ എനിക്കൊരു സ്റ്റോറി കിട്ടുന്ന വെച്ചാൽ മേ ബി ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിരിക്കാം. അതുകൊണ്ടും ആയിരിക്കാം ഈ പേഴ്സൺ എല്ലാം ഒരു സർഫേസ് ലെവൽ ഫ്ലേർട്ടിങ്, ക്രഷ് അങ്ങനത്തെ ഒരു എനർജി വരെ പോവാൻ അവർക്ക് സാധ്യതയുള്ളൂ. എന്നുവെച്ചാൽ അവർ ഓൾറെഡി വേറെ ആരുടെയോ കൂടെ കമ്മിറ്റഡ് ആയിരിക്കാം. ഈ 10 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? ഹെർമിറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ കാണുന്നത് സ്റ്റോറി കുറച്ച് ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ രണ്ടാളും ഞാൻ പറഞ്ഞ മാതിരി മേ ബി നിങ്ങൾ കുറേ സീരിയസ് ആയിപ്പോയി വേഗം. ഈ പേഴ്സൻ്റെ സൈഡിന് അത്ര സീരിയസ്നെസ് ഇല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എവിടെയോ റിയലൈസ് ചെയ്തിട്ട് കുറച്ചൊരു പിന്മാറാണ് ചെയ്താണ്. നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റ് ആണ് ആയണേ. എന്നുവെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഓറൽസ് നിങ്ങളുടെ ഫീലിങ്സ് കുറേ ഡീപ്പാണ്, പക്ഷേ ഈ പേഴ്സണിന് ആ ഫീലിങ്സ് ഇതുവരെ ഇല്ല. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു സ്റ്റെപ്പ് ബാക്കാണ് എടുക്കുന്നത്. ഈ പേഴ്സൻ്റെ കൂടെ കുറച്ചൊരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവും. എന്താ വെച്ചാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് ലൂസ് ചെയ്യണമെന്നില്ല. എനിവേ ഇവിടെ ഞാനൊരു കുറച്ചൊരു സെപ്പറേഷൻ കാണുന്നുണ്ട്. വെർഗോ എനർജിയാണ് ഹെർമിറ്റ്. നിങ്ങൾ ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി മിസ് ചെയ്യുന്നുണ്ട്, ഇവരെ കുറേ ഓർക്കുന്നുണ്ട്, പക്ഷേ ഒരു ആക്ഷൻ നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണില്ല. പേജ് ഓഫ് കപ്സ് ഈ പേഴ്സൻ്റെ സൈഡിൽ എന്താണ്? ഞാൻ പറഞ്ഞ മാതിരി മേ ബി പേഴ്സൺ മാരീഡ് ആയിരിക്കാം. ലീബ്ര, ജസ്റ്റിസ് എനർജി. അതുകൊണ്ടും ആയിരിക്കാം ഈ പേഴ്സണ് ഒരു കമ്മിറ്റ്മെൻറ്റും തരാൻ പറ്റാത്ത ഒരു എനർജിയിൽ. അവരുടെ കുട്ടികളും ഉണ്ടാവാൻ വഴിയുണ്ട് വേറെ ആരുടെയോ കൂടെ. അപ്പോൾ 10 ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങളുടെ സൈഡിൽ എന്താണ്? ക്വീൻ ഓഫ് സ്വോർഡ്സ്. നിങ്ങളുടെ ഡിവോഴ്സ് ആയിണ്ടാവും റീസെൻ്റ്ലി. ഓർ മേ ബി ഈ പേഴ്സൺ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും അവർ ഡിവോഴ്സ് ചെയ്യുന്നുണ്ടെന്ന്, സെപ്പറേറ്റഡ് ആണെന്ന്, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഡെവിൽ ഈ പേഴ്സൻ്റെ സൈഡിലാണ്. ക്വീൻ ഓഫ് വാൻഡ്സ്. അവർ നിങ്ങളെ കാണുന്നത് ഒരു തേർഡ് പാർട്ടി ആയിട്ടാണ്. അവരുടെ സൈഡിന് എനിക്ക് തോന്നുന്നില്ല അവർ ഡിവോഴ്സ് ചെയ്യും ഓർ ചെയ്തിട്ടുണ്ടാവും എന്ന്. പക്ഷേ ജസ്റ്റിസ് ഇവിടെ ഒരു ഡിവോഴ്സിൻ്റെ സൈനും ആവാം. പക്ഷെ എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഈ ഡെവിൽ ഇവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അവർ ചിലപ്പോൾ നിങ്ങളെ മിസ്ഗൈഡ് ചെയ്തിട്ടുണ്ടാവും, ഇല്ല വെച്ചാൽ മിസ്ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടാവും. അവർ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടാവും അവർ ഡിവോഴ്സ് ചെയ്തു എന്ന്, പക്ഷെ അത് ഉണ്ടായിണ്ടാവില്ല ഇതുവരെ. ആൻഡ് മേ ബി അവർ ആ വഴിയിൽ പോകണവും ഉണ്ടാവില്ല. എനിവേ അത് എല്ലാവർക്കും ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരിക്കും. പക്ഷേ ഈ ഡെവിൽ ഡെഫിനറ്റ്ലി കുറച്ചൊരു റെഡ് ഫ്ലാഗ് ആണ്. ആൻഡ് അവർ നിങ്ങളെ കാണുന്നതും ഒരു
ലസ്റ്റ് ബേസ്ഡ് എനർജിയിലാണ്. ഇതൊരു സീരിയസ് എനർജി അല്ല. അപ്പോൾ ക്വീൻ ഓഫ് വോൺസ്, 10 ഓഫ് വോൺസ്, ഇവർക്ക് എന്തോ കുറേ പാസ്റ്റ് ബാഗേജും ഉണ്ട്, ബേർഡൻസും ഉണ്ട്. മേ ബി അവരുടെ പ്രീവിയസ് റിലേഷൻഷിപ്പിൻ്റെ ബാഗേജ് ആയിരിക്കാം. ഈ ഡെത്ത് റീബേർത്ത് നിങ്ങളുടെ സൈഡിൽ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ പേഴ്സൺ കുറച്ചൊരു കെയർ ഫ്രീ പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണെന്ന്, അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ആൻഡ് ഞാൻ ഇവിടെ കാണുന്നത് ഒരു എൻഡിങ് ആണ്, സെപ്പറേഷൻ ആണ്. ഈ പേഴ്സൺ നിങ്ങളോട് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ട് വെച്ചാൽ അത് ഡെഫിനറ്റ്ലി പുറത്ത് വരാൻ പോകുന്നുണ്ട്. പേജ് ഓഫ് വോൺസ് ഈ പേഴ്സൻ്റെ സൈഡിൽ എന്താണ്? പേജ് ഓഫ് സ്വോർഡ്സ്. ഇപ്പോൾ ഇത് വൈസേ വേഴ്സ്യം ആവാം. ഇപ്പോൾ നിങ്ങളാണ് ചീറ്റ് ചെയ്യണത് വെച്ചാൽ അവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇത് എങ്ങനെയാ എല്ലാവർക്കും വേറെ വേറെ മാതിരിയായിരിക്കും റെസൊനേറ്റ് ആവുക. ആ സ്റ്റോറിയിൽ അറ്റൻഷൻ കൊടുത്താൽ മതി. ഏത് സൈഡിലാണ് എന്താവണമെന്ന് അത് നിങ്ങൾക്കേ അറിയുള്ളൂ. അപ്പം ഞാൻ ഒരു സൈഡ് പിടിച്ച് പറയണു ഇത് നിങ്ങളുടെ ആണെന്ന്, പക്ഷേ ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ സൈഡും ആവാം. അപ്പോൾ എനിവേ ഇവിടെ ഞാൻ കാണുന്നുണ്ട് എന്തോ ഒരു സീക്രട്ട് പുറത്തു വരാൻ പോകുന്നുണ്ട്. ഇത് നിങ്ങളുടെ ആണോ ഇവരുടെ ആണോ എന്ന് എനിക്കിപ്പോൾ ഇവിടെ ക്ലിയറായി പറയാൻ പറ്റില്ല. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. പക്ഷെ എന്തായാലും ഒരു സീക്രട്ട് പുറത്ത് വരും. ആൻഡ് എന്തോ ഒരു അഫെയർ, ഒരു എക്സ്ട്രാ അഫെയർ, ഒരു എക്സ്ട്രാ മാരിറ്റൽ പറയാൻ പറ്റില്ല, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല, ബട്ട് അങ്ങനെയും ആവാൻ വഴിയുണ്ട്. മേ ബി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ ഈ പേഴ്സൻ്റെ ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടാവും. ഓറൽസ് ഇത് നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ആണെന്ന് വിചാരിച്ചാൽ ഈ പേഴ്സണ് വേറെ ആൾക്കാരുടെ കൂടെയും ഡീൽ ചെയ്യുന്നുണ്ടെന്ന് ആ കാര്യം പുറത്ത് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ 9 ഓഫ് കപ്സ് നിങ്ങളുടെ എനർജിയിൽ എന്താണ്? എംപ്രോ, ഏരീസ് എനർജി. ഈ ഏരീസ് എനർജി എന്താണ്? 2 ഓഫ് വോൺസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സഡൻലി ഒരു ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട്, ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ എന്തോ ഒരു കാര്യം പുറത്ത് വരുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു പേഴ്സണും വരുന്നുണ്ട്. ആൻഡ് ആ പേഴ്സണും ഈ പേഴ്സൻ്റെ അടുക്കെ നിങ്ങൾ കുറച്ചൊരു കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഒരു ഡിസിഷൻ എടുക്കാണ്ട് അങ്ങനെ വെയിറ്റ് ചെയ്യണത് ഡിസംബർ മാസത്തിൽ. മജിഷ്യൻ ഈ പേഴ്സൻ്റെ എനർജിയിൽ എന്താണ്? ഏസ് ഓഫ് വോൺസ്. ഈ പേഴ്സൺ ആക്ച്വലി ഒരു മാനിഫെസ്റ്റാണ് ചെയ്യണ ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ കൂടെ. എന്നുവെച്ചാൽ സഡൻലി ഈ പേഴ്സൺ റിയലൈസ് ചെയ്യേണ്ട അത് അവർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, ഇവരെന്തോ ഒളിപ്പിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ വേറെ അഫെയർസും ഉണ്ട്. നിങ്ങളുടെ കൂടെ ഉണ്ടായാലും അവരുടെ എന്തോ വേറെ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, പക്ഷെ അത് വേഗം റിവീൽ ആവാൻ പോകുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ 3 സീക്രറ്റ്സ് ആണ്. ഏസ് ഓഫ് വോൺസ് ഒരു പാഷനറ്റ് അഫെയർ ആണ്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പോഴും എന്തോ ഒളിപ്പിക്കുന്നുണ്ട്, ആൻഡ് പക്ഷെ അത് പുറത്തു വരും. അപ്പോൾ ഫ്യൂച്ചർ ആക്ഷൻ ഈ പേഴ്സൻ്റെ എന്തായിരിക്കും? 2 ഓഫ് കപ്സ്. അവർ നിങ്ങളെ വിടില്ല. എനിക്ക് തോന്നുന്നത് അവർ കുറേ പാഷനറ്റ് ആയിട്ട് നിങ്ങളെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ നോക്കും. ആൻഡ് അതുകൊണ്ടായിരിക്കും ഈ പേഴ്സൻ്റെ എനർജിയിൽ ഡെവിൽ കാണുന്നത്. എന്ന് വെച്ചാൽ ഈ പേഴ്സൺ കുറേ കാരിസ്മാറ്റിക് ആണ്. അവർ പറയണ മാതിരി കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവില്ല ഇവർ എന്തെങ്കിലും നുണയാണ് പറയണതെന്ന്. നമ്മൾ ബിലീവ് ചെയ്യും അവർ പറയണ മാതിരി. അപ്പോൾ എന്തായാലും ഇവിടെ ഞാൻ കാണുന്നത് ഒരു ലവ് റിലേഷൻഷിപ്പാണ്. കിങ് ഓഫ് വോൺസ് നിങ്ങളുടെ എനർജിയും ആവാം, പക്ഷെ അവർ നിങ്ങളുടെ ഡയറക്ഷനിൽ വരുന്നുണ്ട് കുറേ പാഷനറ്റ്ലി അവരുടെ ഫീലിങ്സ് എക്സ്പ്രെസ് ചെയ്യാൻ. അപ്പോൾ ഔട്ട്കം ഇവിടെ എന്താണ്? 9 ഓഫ് പെൻറ്റിക്കിൾസ്, ക്വീൻ ഓഫ് കപ്സ്, 6 ഓഫ് വോൺസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഔട്ട്കമിൽ ഇൻ്റർഫിയറൻസ് ആണ് കാണുന്നത്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ. ഓക്കെ, ഈ പേഴ്സൺ ടെ ലൈഫിൽ വേറെ ആൾക്കാരുണ്ട്. ഞാൻ കാണുന്നത് ഈ റിലേഷൻഷിപ്പ് മേ ബി കുറേ മുമ്പോട്ട് പോവില്ല. നിങ്ങളൊരു സിംഗിൾ എനർജിയിലായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഈ പേഴ്സൻ്റെ ബിഹേവിയർ അങ്ങനെയാണ്. ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായാലും വേറെ ആൾക്കാരോട് പറയണത് എന്താ വെച്ചാൽ അവരൊരു സിംഗിൾ പേഴ്സൺ ആണെന്ന്. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് എനിക്ക് തോന്നുന്നില്ല അത്ര ഫോർവേഡായി പോകുന്നത്. എന്നുവെച്ചാൽ ഇവിടെ കുറേ ക്ലാഷ് ഉണ്ട്, കുറേ കോൺഫ്ലിക്റ്റ് ഉണ്ട്, കുറേ ഡ്രാമ ഉണ്ട്. ഓക്കെ, ആൻഡ് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അഫെയർ ബേസ്ഡ് ഡ്രാമയാണ്. അപ്പോൾ സാജിറ്റേറിയസ് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ഇവിടെ സയൻസ് കാണാൻ എന്താണ് പറഞ്ഞ ലീബ്ര, ടോറസ്, വെർഗോ, സ്കോർപ്പിയോ, ക്യാൻസർ, ഏരീസ്, ജെമിനായി. അപ്പോൾ ഇതൊക്കെയാണ് സയൻസ് ഇവിടെ കാണുന്നത്. ഈ സയൻസിൻ്റെ തന്നെ ആവണം എന്നില്ല,
പക്ഷേ ഈ സയൻസ് കണ്ടുകൊണ്ട് ഞാൻ പറയണു അത്രയേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്കൊരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ ബുക്ക് ചെയ്യാം. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജീനെ കുറിച്ചാണ്, അപ്പോൾ കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ആൻഡ് ബുക്ക് ചെയ്യണം വെച്ചാൽ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ മെസ്സേജ് ചെയ്യുക. ആൻഡ് ഞാൻ റിവേർട്ട് ചെയ്യും പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് കൊണ്ട്. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്. ആൻഡ് വേറെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ.